നമസ്കാരം. ഞാൻ CA ആന്റണി സൂക്കൻ. GST നോട്ടീസ് സെഷൻ 1 പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഈ ഭാഗത്തിൽ GST നോട്ടീസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, റിപ്ലൈ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവ പ്രാക്ടിക്കലായി ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും സ്വാഗതം. GST നോട്ടീസ് റിപ്ലൈയുടെ സ്ട്രക്ചർ ഇതൊക്കെയാണ്: റഫറൻസ്, ബാക്ക്ഗ്രൗണ്ട്, എക്സ്പ്ലനേഷൻ, ഡോക്യുമെന്റ്സ്, പിന്നെ കൺക്ലൂഷൻ. ഇതിൽ ആദ്യം വരുന്നത് റഫറൻസ് ആണ്. റഫറൻസിൽ ഇതൊക്കെയാണ് വരുന്നത്. ഒന്നാമത്തത് നോട്ടീസ് ഡീറ്റെയിൽസ്. നോട്ടീസ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നോട്ടീസ് റഫറൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് നോട്ടീസ്, അതുപോലെ തന്നെ ഏത് സെക്ഷൻ പ്രകാരമാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, സെക്ഷൻ 73 അല്ലെങ്കിൽ 74, അതും നമ്മൾ ഇതിൽ കാണിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇഷ്യൂയിങ് അതോറിറ്റി. ഇഷ്യൂയിങ് അതോറിറ്റി, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ഓഫീസർ, അതുപോലെ ഓഫീസ് അഡ്രസ്. അടുത്തത് വരുന്നത് പീരീഡ് ടു വിച്ച് നോട്ടീസ് റിലേറ്റ്സ്. ഏത് പീരീഡിലാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 25-26 ആണെങ്കിൽ അത് നമ്മൾ കാണിക്കണം. അതുപോലെ അടുത്ത് വരുന്നത് GSTIN ആൻഡ് ടാക്സ് പെയർ ഡീറ്റെയിൽസ്. ടാക്സ് പെയറുടെ GSTIN-ഉം ടാക്സ് പെയറുടെ പേര്, അഡ്രസ്സും ഒക്കെ ഇതിൽ കാണിക്കണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് നോട്ടീസ്, എന്തിനു വേണ്ടിയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് GSTR 1, GSTR 3B മിസ്മാച്ച് കാരണമാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. GSTR 1-ൽ കൂടുതൽ ടാക്സ് ലയബിലിറ്റി കാണിച്ചിട്ടുണ്ട്, GSTR 3Bയിൽ കുറവ് കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ബാക്ക്ഗ്രൗണ്ട്, നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസ് ഓണറുടെ പേര്, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, ഹോൾസെയിൽ ട്രേഡിംഗ് ആണോ, റീറ്റെയിൽ ട്രേഡിംഗ് ആണോ, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണോ, ഇതൊക്കെയാണ് നേച്ചർ ഓഫ് ബിസിനസ്സിൽ കാണിക്കേണ്ടത്. ബ്രീഫ് ഫാക്ട്സ്, നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നോട്ടീസിൽ എന്തിനു വേണ്ടിയാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഏത് പീരീഡിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് ബ്രീഫ് ഫാക്ട്സിൽ കാണിക്കേണ്ടത്. പിന്നെ കംപ്ലൈൻസ് ഹിസ്റ്ററി. ഈ ടാക്സ് പെയർ ടാക്സ് കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാണ് കാണിക്കേണ്ടത്. അതായത് ടാക്സ് പെയർ GSTR 1, GSTR 3B കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ GST കൃത്യമായി അടച്ചിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സും കൃത്യമായി അടച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കംപ്ലൈൻസ് ഹിസ്റ്ററിയിൽ പറയേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അസസിംഗ് ഓഫീസർക്ക് ഇതൊരു ജെന്യുവൻ കേസായി മനസ്സിലാവും. പിന്നെ വരുന്നത് എക്സ്പ്ലനേഷൻ ആണ്. ഡിസ്ക്രീപ്പൻസി റീസൺ. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഡിസ്ക്രീപ്പൻസി വന്നിട്ടുള്ളത്. GSTR 1-ൽ 10 lakhs ഔട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നു, GSTR 3Bയിൽ 8 lakhs മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ റീസൺ ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഫെബ്രുവരി മാസത്തെ ഒരു ഇൻവോയ്സ് മാർച്ച് മാസത്തിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡിസ്ക്രീപ്പൻസി വന്നിട്ടുള്ളത്. അതിൻ്റെ റീസൺ ഇതാണ്. ക്ലാരിഫിക്കേഷൻ, ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഡിസ്ക്രീപ്പൻസി വന്നിട്ടുള്ളത് ഇതിൻ്റെ കാരണം ഒരു ഇൻവോയ്സ് അടുത്ത മാസത്തിൽ അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് ഈ ഡിസ്ക്രീപ്പൻസിയുടെ കാരണം. ടാക്സ് ഇവേഷൻ്റെ ഉദ്ദേശമൊന്നുമില്ല, ഇതൊരു ടൈമിംഗ് ഡിഫറൻസ് മാത്രമാണ്. സപ്രഷൻ ഓഫ് ഫാക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടാക്സ് ഇവേഷൻ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി പറയണം. പിന്നെ വരുന്നത് ഡാറ്റ സപ്പോർട്ട്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഇതിൽ കാണിക്കണം. ഇൻവോയ്സ് ആണോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ആണോ, വൗച്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണോ,
ഇതൊക്കെ ഈ എക്സ്പ്ലനേഷനിൽ മെൻഷൻ ചെയ്യണം. ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സെയിൽസ് രജിസ്റ്റർ, ഇൻവോയ്സ്, റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വരുന്നത്. അത് അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കി വെക്കണം. അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ കൺക്ലൂഷനിൽ കൊടുക്കേണ്ടത്, ഇതിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതൊരു ടാക്സ് ഇവേഷൻ അല്ല, ടൈമിംഗ് ഡിഫറൻസ് ആണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അസിസ്റ്റിംഗ് ഓഫീസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊസീഡിങ്സ് ഡ്രോപ്പ് ചെയ്യാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഇതാണ് കൺക്ലൂഷൻ. റിക്വസ്റ്റ് ടു ഡ്രോപ്പ് പ്രൊസീഡിങ്സ്. ഇനി അടുത്ത സെഷനിൽ പ്രാക്ടിക്കൽ ഡ്രാഫ്റ്റിംഗ് ഓഫ് GST നോട്ടീസ് റിപ്ലൈ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.